Good morning, dear students. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ അവസാനത്തെ ബ്ലോക്കാണ് ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ലൈവ് ക്ലാസ് എടുത്തതാണ്, റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാണ്. ഇതിൽ ലാസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒബ്ജക്റ്റീവ്സ് ഒക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഇൻട്രൊഡക്ഷൻ നോക്കുക. We are educated. When we say we are educated and know a language, the first question we would be asked, can you speak, read and write in it? നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കഴിവ് അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയുമോ എന്നുള്ളതാണ്. ഇതിൽ റീഡിങ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ടു ബി വൺ ഓഫ് ദ പ്രൈമറി സ്കിൽ ടു ബി മാസ്റ്റേർഡ് ഇൻ എ ലാംഗ്വേജ്. വിദ്യാഭ്യാസത്തിൽ തന്നെ വളരെ പ്രൈമറി ആയിട്ട് നമ്മൾ നേടിയെടുക്കുന്ന അക്വയർ ചെയ്യുന്നൊരു സ്കില്ലാണ് റീഡിങ് എന്ന് പറയുന്നത്. റീഡിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റീഡിങ്ങിലൂടെയാണ്. എങ്ങനെയാണ് വായിക്കുക എന്ന് നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ റീഡിങ്ങിലൂടെയാണ് നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസത്തിലേക്കുള്ള ചുവടുവെപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. Perhaps that is a reason why it has been given a lot of importance from early stages of learning. നമ്മൾ ഓൾറെഡി പഠിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റീഡിങ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ നിങ്ങളൊന്ന് അത് വെച്ചിട്ടൊന്ന് വായിച്ച് നോക്കുക. ദെൻ റീസൺസ് ഫോർ റീഡിങ് എന്നൊരു ടോപ്പിക് ഉണ്ട്. അത് നിങ്ങൾ സെൽഫായിട്ടൊന്ന് വായിച്ച് നോക്കട്ടോ. അവിടെ പറയുന്നത് ഇതാണ്: ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ഇൻ അബൌട്ട് 5 minutes list all different kinds of things you have read during the 5 last day or so in any language. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് 5 ദിവസം നിങ്ങൾ എന്തൊക്കെ വായിച്ചു എന്നുള്ള കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്ത് നോക്കൂ. എന്നിട്ട് അതൊന്ന് എഴുതി വെച്ച് നോക്കൂ. ഇത് സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ അധിക ഭാഗവും എന്ത് ചെയ്യുന്നുണ്ട്? വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ നോക്കുന്നു അവിടെയൊക്കെ അക്ഷരങ്ങൾ കാണാം അല്ലേ? നമ്മളൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടത്തുമ്പോൾ നമ്മൾ റീഡിങ് ചെയ്തിട്ടാണ് നമ്മളത് ഷോപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് നോക്കുന്നു. ആ വായന. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. അവിടെ നോട്ട് ചെയ്യേണ്ട സംഗതി, നിങ്ങൾ ഈ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിക്കുക. ക്യാൻ വി ലിസ്റ്റ് സം ഓഫ് ദ റീസൺ. നമ്മുടെ ടോപ്പിക്ക് അവിടെ പറഞ്ഞ ടോപ്പിക്ക് റീസൺസ് ഫോർ റീഡിംഗ് ആണ്. ക്യാൻ വി ലിസ്റ്റ് സം ഓഫ് ദ റീസൺസ്, ഇത് അണ്ടർലൈൻ ചെയ്യുക. ക്യാൻ വി ലിസ്റ്റ് സം ഓഫ് ദ റീസൺസ് വൈ വി റീഡ് ഇൻ അവർ ഡെയിലി ലൈഫ്. വി നോർമലി റീഡ് ബിക്കോസ് എന്നിട്ട് ആ പോയിൻറ്റ്സ് അവിടെ പറയുന്നുണ്ട്. ആ പോയിൻറ്റ്സുകളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. ഒന്നാമത്തെ കാര്യം പറയുന്നത്, നമ്മളൊക്കെ വായിക്കുന്നതിൻ്റെ ഒരു കാരണം, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണങ്ങൾ, വി വാണ്ട് ഇൻഫർമേഷൻ ഫോർ സം പർപ്പസ്. ചില കാര്യങ്ങൾ നമുക്ക് അറിയണം. ആ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ്? വായന ആവശ്യമാണ്. ഓർ ബിക്കോസ് വി ആർ ക്യൂരിയസ് ടു നോ അബൌട്ട് സം ടോപ്പിക്. ചിലപ്പോൾ ചില ടോപ്പിക്കിനെ കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ? ക്യൂരിയസ് മീൻസ് ആകാംക്ഷ ഉണ്ടാവും. ദ ആൻസർ ടു എ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ ആൻസർ നൽകേണ്ടതുണ്ടാകും. ഓർ സൊല്യൂഷൻ ഓഫ് ടു എ പ്രോബ്ലം, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുണ്ടാകും. ഇതിനൊക്കെ നമ്മൾ വായന വേണം എന്ന് പറയാം. സെക്കൻഡ് വൺ, വി നീഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ഓർഡർ ടു പെർഫോം സം ടാസ്ക് ടു അവർ വർക്ക് പ്ലേസ്. നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് എന്താവശ്യമാണ്? വായന ആവശ്യമാണ്. തേർഡ് വൺ, we want to keep in touch with friends through messages to understand official correspondence. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും നമ്മുടെ സബോർഡിനേറ്റ്സുമായിട്ടോ അല്ലെങ്കിൽ സുപ്പീരിയേഴ്സുമായിട്ടോ ബന്ധം നിലനിർത്താൻ നമ്മൾ വായന അത്യാവശ്യമാണ് അല്ലേ? ഇപ്പോൾ നമുക്ക് അറിയാം, വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയ, ഇതിലൊക്കെ എന്താണ് മെയിൻ? വായന തന്നെയാണ്. We wanted to know when or where
സംതിങ് വിൽ ടേക്ക് പ്ലേസ് ആൻഡ് വാട്ട് ഈസ് അവൈലബിൾ. അപ്പോൾ എവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നറിയാൻ, അല്ലെങ്കിൽ എവിടെ എന്തൊക്കെ കിട്ടുമെന്നറിയാൻ ഇതിനൊക്കെ എന്താവശ്യമാണ്? വായന ആവശ്യമാണ്. when we want to the simple things ആണ്, we want to know what is happening or has happened. ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയാൻ വായന വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് പോയിന്റ് എഫ്, വി വാണ്ടഡ് ടു പ്ലേ ന്യൂ ഗെയിം, ഡു പസിൽസ്, ആക്ട് ഇൻ എ പ്ലേ ഓർ ഡു സം ഓഫ് അതർ ആക്ടിവിറ്റി. ഇത്തരം കാര്യങ്ങൾക്കും വായന ആവശ്യമാണ്. ദ ലാസ്റ്റ് വൺ, we seek enjoyment or excitement. ദാറ്റ് ഈസ് ഷോർട്ട് സ്റ്റോറി വായിക്കുക, നോവൽ വായിക്കുക, പാട്ട് കേൾക്കുക, പോയമുകൾക്ക് ശ്രദ്ധിക്കുക. ഇതിനൊക്കെ എന്താവശ്യമാണ്? വായന അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളിതിനൊരു ഇൻട്രൊഡക്ഷനും റീസൺസ് ഫോർ റീഡിങ് എന്നുള്ള ഈ പോയിൻറ്റ്സും മൊത്തത്തിലൊന്ന് വായിച്ച് മനസ്സിലാക്കുക, പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. പഠിക്കാനുള്ളൊരു ഭാഗം തന്നെയാണത്. ചെക്ക് യുവർ പ്രോഗ്രസ് ആണ്. അതിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. നമ്മൾ നേരെ വരുന്നത് റീഡിങ് പ്രോസസ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ്. റീഡിങ് പ്രോസസ്സ്. റീഡിങ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് പഠിച്ചിരുന്നു. നമ്മൾ കേൾക്കുന്ന സമയത്ത് എല്ലാം ഒരു സിമ്പിൾ സംഗതിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രോസസ്സ് നോക്കുന്ന സമയത്ത് എല്ലാറ്റിലും ഒരു വലിയ പ്രോസസ്സ് നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അവിടെ നമുക്ക് റീഡിങ്ങിലെ റീഡിങ് പ്രോസസ്സ് നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ലെറ്റ് us try to understand what reading means. എന്താണ് വായന? as a first step at might be useful to find out what you think about reading. Here are some statement about reading. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് ശരി ഏതാണ്, തെറ്റേതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, റീഡിങ് ഇൻവോൾവ്സ് ലുക്കിംഗ് അറ്റ് ദി. ഇത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വായിച്ച് മനസ്സിലാക്കി വിലയിരുത്തുക. റീഡിങ് ഇൻവോൾവ്സ് ലുക്കിംഗ് അറ്റ് എ ടെക്സ്റ്റ് ആൻഡ് സേയിങ് ദ വേർഡ്സ് ടു യുവർ സെൽഫ്. വായന എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിലേക്ക് നോക്കിയിട്ട്, അക്ഷരങ്ങളിലേക്ക് നോക്കിയിട്ട് അതിൻ്റെ വേർഡ്സ് പറയലാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ശരിയാണോ തെറ്റാണോ എന്ന് പിന്നീട് നോക്കാം. റീഡിങ് ഇൻവോൾവ്സ് പുട്ടിംഗ് ദ വേർഡ്സ് ഇൻ പ്രിൻ്റ് ഔട്ട് ഓൺ ദ പേജ് ഇൻ ടു സെൻറ്റൻസ് ആൻഡ് മേക്കിംഗ് സെൻസ് ഓഫ് ദം. റീഡിങ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ, വാക്കുകളെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഒരു സെൻറ്റൻസ് ആക്കി മനസ്സിലാക്കുന്ന കാര്യമാണ്. ടു അണ്ടർസ്റ്റാൻഡ് എ വേർഡ്, ഒരു വേർഡ് മനസ്സിലാക്കാൻ യു ഹാവ് ടു റീഡ് ആൾ ദ ലെറ്റേഴ്സ് ഇൻ ഇറ്റ്. ഒരു വേർഡ് മനസ്സിലാക്കണമെങ്കിൽ അതിലെ എല്ലാ ലെറ്റേഴ്സിനെയും റീഡ് ചെയ്യണം. ടു അണ്ടർസ്റ്റാൻഡ് എ സെൻറ്റൻസ് യു ഹാവ് ടു റീഡ് ആൾ ദ വേർഡ്സ് ഇൻ ഇറ്റ്. ഒരു സെൻറ്റൻസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലോ ആ സെൻറ്റൻസിലെ എല്ലാ വേർഡ്സിനെയും ശ്രദ്ധിക്കണം. ടു അണ്ടർസ്റ്റാൻഡ് എ ടെക്സ്റ്റ് യു നീഡ് ടു നോ ദ മീനിങ് ഓഫ് ആൾ വേർഡ്സ് ഇൻ ദി ടെക്സ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അതിലെ എല്ലാ വേർഡ്സിൻ്റെയും മീനിങ് മനസ്സിലാക്കണം. The teacher can help students to read a text by reading aloud while they follow in the textbooks. ഒരു ടീച്ചർ ബുക്കിലുള്ള ടെക്സ്റ്റുകൾ, അക്ഷരങ്ങൾ ലൗഡ്ലി ആയിട്ട് ശബ്ദത്തിൽ വായിച്ച് കേൾപ്പിക്കും. അപ്പോഴാണ് മനസ്സിലാവുക. Then when we read for a meaning, we do not need to read every letter of every words nor every words in each sentence. നമ്മൾ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു വേർഡിലെ എല്ലാ ലെറ്ററും നോക്കണം എന്നൊന്നുമില്ല. അല്ലാതെ തന്നെ മീനിങ് കിട്ടും, ഗസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എവറി വേർഡ്സ് ഇൻ ഈച്ച് സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിലെ എല്ലാ വേർഡ്സും പരിശോധിക്കണമെന്ന് ഇല്ല. There are no major difference between how one reads and how one's mother tongue and how one reads in second and foreign language. ഒരാളുടെ മദർ ടങ് എന്താണോ, അയാളുടെ യഥാർത്ഥത്തിലുള്ള ഭാഷ ഏതാണോ, മാതൃഭാഷ ഏതാണോ, അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല വായിക്കാൻ പറ്റുക. അത് തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ല. അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തന്നിട്ടുണ്ട്. അത് ചിലത് നമുക്ക് അംഗീകരിക്കാൻ കഴിയും, ചിലത് അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്ന് ഇല്ല. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക, അത്രയും കാര്യങ്ങൾ. കുറച്ച് 1-2 പാരഗ്രാഫ് ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക.
what is actually involved in the process of reading. It is important to understand this if really want to develop a reading skill. നമ്മൾ വായിക്കുക എന്ന് പറഞ്ഞാൽ റീഡിങ് സ്കിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. നമ്മൾ പലരും വായിക്കുന്നുണ്ട്, പക്ഷെ വായിക്കുന്നതിലൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. If we know how efficient readers read, either in the own mother tongue or other language, perhaps we can use some of the techniques employed with the readers to acquire the reading skill. നന്നായി വായിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സ്കിൽ തന്നെയാണ്. നമ്മൾ റീഡിങ്ങിൻ്റെ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് ചില സെൻറ്റൻസുകൾ, ചില വേർഡ്സുകൾ കുറേ സമയം നോക്കേണ്ടി വരും. ചിലർക്ക് നോക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ വായിക്കാൻ പറ്റും. ചിലർ ഒരു സെൻറ്റൻസിനെ ഒരു വേർഡിനെ മറ്റൊരു വേർഡുമായിട്ട് കണക്ട് ചെയ്യാൻ സമയമെടുക്കും. ചിലർ ഉറക്കെ വായിക്കും, ചിലർ പതുക്കെ വായിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം എന്തായാലും റീഡിങ് ഇപ്പോൾ ഈ വീക്ക് ശരിക്കും റീഡിങ് വായന വാരമാണ്. അപ്പോൾ നന്നായിട്ട് വായിക്കുക. ചില ആളുകളുണ്ട്, നമ്മളൊരു ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് മടുക്കും, അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ മുന്നോട്ടുള്ള വായനയ്ക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കാതെ വരും. ഇതൊക്കെ റീഡിങ് സ്കില്ലില്ലാത്തതുകൊണ്ടാണ്, അതിന് ആ മതിയായ രീതിയിൽ അത് വായിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ റീഡിങ് സ്കിൽ എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് വായിച്ചിട്ട് റീഡിങ് ഒരു സ്കില്ലായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുക. നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്കില്ലായിട്ട് കൊണ്ട് നടക്കുക. അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക. In considering reading process, first we have to distinguish between quite separate activities, reading for meaning and reading aloud. റീഡിങ് പ്രോസസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കാനുള്ള വായനയും ശബ്ദത്തിലുള്ള ഉച്ചത്തിലുള്ള വായനയും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. തിങ്ക് ഓഫ് യുവർ ഓൺ എക്സ്പീരിയൻസ് ആസ് എ സ്റ്റുഡൻറ്റ്. നിങ്ങളൊരു സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇൻ മെനി ക്ലാസ് റൂംസ് ദ റീഡിംഗ് ലെസൺ ഈസ് യൂസ്ഡ് ടു ഓപ്പർച്യൂണിറ്റി ടീച്ച് പ്രൊണൗൺസിയേഷൻ, എൻകറേജ് എക്സ്പ്രഷൻ സ്പീക്കിംഗ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചിട്ടുണ്ട്. അത് എന്തിനാണ്? അത് നമ്മൾ പ്രൊണൗൺസിയേഷൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പിന്നീട് വായിക്കുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങളൊക്കെ ഈഗിനോട് ബുക്ക് എടുത്ത് വായിക്കുന്നുണ്ടാവും, രാത്രി വീട്ടിലിരുന്നിട്ട് വായിക്കുന്നുണ്ടാവും. അന്ന് സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ വായിച്ച പോലെ വായിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ സമയത്ത് അത് ആവശ്യമുണ്ടായിരുന്നു. അതാണ് പറയുന്നത്. അത് എന്തിനാണ്? പ്രൊണൗൺസിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെ ഉച്ചത്തിൽ വായിപ്പിച്ചത്. ഇപ്പോൾ നമുക്ക് എന്താണ് മീനിങ് മനസ്സിലാക്കാനാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്. അത് നമ്മൾ സൈലൻ്റ് ആയിട്ട് വായിച്ചാലും മതി. എന്നാലും ചിലരൊക്കെ ശബ്ദം ഉണ്ടാക്കി വായിക്കാറുണ്ട്. അത് അവരുടെ ഒരു ഹാബിറ്റാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. For most of us, when we have passed the early reading stage, ആദ്യത്തെ റീഡിങ് സ്റ്റേജിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, റീഡിങ് അലൗഡ് ഈസ് not an activity we engage outside in the classroom unless of course we are across the actors or actress or news readers. അപ്പോൾ നമ്മൾ ഉച്ചത്തിൽ വായിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ്. അതായത് ചിലരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ന്യൂസ് പേപ്പറൊക്കെ ഉച്ചത്തിൽ വായിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് അവരുടെ ശീലമാണ്. അതൊരു പക്ഷേ എങ്ങനെ ഉണ്ടായതാവാം. ഇപ്പോൾ ഒരു പണ്ടത്തെ ചായക്കടയിലൊക്കെ ഇരുന്നിട്ട് ഒരാൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ബാക്കിയുള്ളവർ അടുത്തിരിക്കും. അപ്പോൾ അവരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ള എല്ലാവരും കൂടെ ഒന്നിച്ച് വായിക്കണ്ട, കേൾക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്യും, ഉറക്കെ വായിച്ചുകൊണ്ടിരിക്കും, ബാക്കിയുള്ളവർ അത് കേട്ടിരിക്കും. ഇപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഇല്ല. ഇപ്പോൾ പാരഗ്രാഫ് കൊണ്ട് നിങ്ങൾ നോക്കുക. ബാക്കി 1-2 പാരഗ്രാഫ് ഉണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് ശരിക്കും ജസ്റ്റ് നിങ്ങൾ സ്വയം വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. 2 ടോപ്പിക്ക് തന്നിട്ടുണ്ട്. ആ 2 ടോപ്പിക്ക് നിങ്ങളോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ സൈലൻ്റ് ആയിട്ട് വായിച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ കംപ്ലീറ്റ് വായിക്കുന്നില്ല. ഡിസ്കവറി ഓഫ് പെനിസിലിൻ, പെൻസിലിൻ്റെ കണ്ടുപിടുത്തം. അതിനെക്കുറിച്ച് ഇവിടെ, പെൻസിലിൻ എന്ന് പറയുന്നത് ഒരു മെഡിസിൻ ആണല്ലോ. അപ്പോൾ അതിൻ്റെ കണ്ടുപിടുത്തം എന്താണ്, എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂ, ജസ്റ്റ് വാട്സപ്പിലൊന്ന് ബന്ധപ്പെടൂ. നിങ്ങൾക്കത് വായിച്ചിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വായിച്ച് നോക്കുക ആ ഒരു കാര്യം. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള സ്കില്ലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്
അങ്ങനെ ഒരു ടോപ്പിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ സ്വയം തന്നെ എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുക. അതിൽ 2 ടോപ്പിക്ക് തന്നിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ടോപ്പിക്ക് കുറച്ച് സൗണ്ട് എടുത്തിട്ട് വായിക്കാനാണ് നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ലാസ്റ്റിൽ വരുന്ന ഒരു കാര്യമുണ്ട്. ഇഫ് യു ആർ റീഡിങ് കണക്റ്റഡ് സെൻറ്റൻസ് ഇൻ എ ടെക്സ്റ്റ്, ഈച്ച് സെൻറ്റൻസ് ഹെൽപ്പ് യു ഗസ് വാട്ട് ദ നെക്സ്റ്റ് വൺ വിൽ ബി ആൻഡ് സോ വൺ ത്രൂ ഹോൾ ദ ടെക്സ്റ്റ്. നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരു വേർഡ് വായിക്കുന്ന സമയത്ത് അടുത്തത് എന്തായിരിക്കും എന്നൊരു ധാരണ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് പേജിൽ റീഡിങ് ഈസ് ദസ് ആൻ ആക്റ്റീവ് പ്രോസസ്സ്. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് പഴയൊരു ക്ലാസ് ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? നമ്മുടെ തുടക്കത്തിൽ ഏറ്റവും ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാണിച്ച ഒരു പിക്ചറാണ് ഇത്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് സക്സസ് ആവുന്നത്, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് കാണിക്കുന്ന ഒരു ഇമേജാണിത്. ഇതന്നെയാണ് റീഡിങ്ങിൻ്റെ കാര്യത്തിലുള്ളത്. റീഡിങ് ഈസ് ദസ് ആൻ ആക്റ്റീവ് പ്രോസസ്സ്. അവിടെ നമ്മൾ എൻകോഡിങ്ങും ഡീകോഡിങ്ങും മെസ്സേജൊക്കെ പഠിച്ചു. വെൻ വി റീഡ്, വി ഡു നോട്ട് മിയർലി സിറ്റ് എ പാസീവ് റിസീവ് ഓഫ് ദ ടെക്സ്റ്റ്, വി ആൾസോ ഡ്രോ ഓൺ our own knowledge of the word and of language to help us guess what the text will say next. ഒരു വാക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് നമ്മൾ ഒരു ബുക്കിൽ നിന്ന് വായിക്കുമ്പോൾ ഏകദേശ ധാരണ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റുക, ആ കാര്യത്തെ നമുക്ക് ആവാഹിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എൻകോഡ് ചെയ്യാൻ ഡീകോഡ് ചെയ്യാൻ സാധിക്കുക. എൻകോഡിങ്ങും ഡീകോഡിങ്ങൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? ഒരു ബുക്കിൽ നമ്മൾ നോക്കുമ്പോൾ ആ ബുക്കിലൊരു സന്ദേശമാണ് ഉണ്ടാവുക. ആ സന്ദേശം എന്താകും, അത് നമ്മൾ വായിക്കുന്ന സമയത്ത് അത് ഉറക്കെ വായിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ തന്നെ മതി. ആദ്യം ഒരു മെസ്സേജായിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് വരും. ആ തലച്ചോറിലേക്ക് വരുമ്പം നമ്മൾ എൻകോഡ് ചെയ്തിട്ടാണ് വരിക അല്ലേ? ആ എൻകോഡ് നമ്മൾ എന്ത് ചെയ്യും, അത് അടുത്ത ഇതിലേക്ക് വേണമെങ്കിൽ പാസ് ചെയ്യാം. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്ത് നടക്കുന്നുവോ അതേ പ്രോസസ്സ് എവിടെ നടക്കുന്നുണ്ട്, റീഡിങ് പ്രോസസ്സിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. എൻകോഡിങ്ങും ഡീകോഡിങ്ങും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതുകൊണ്ട് അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നിട്ട് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ഷെയർഡ് അസംഷൻസ്, റൈറ്റർ റീഡർ. പിന്നെ രണ്ടാളാണ്. ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് റൈറ്ററും റീഡറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറയാം. അപ്പോൾ ഈ ഫിഗർ എന്താണ് കാണിക്കുന്നത്, 2 സർക്കിൾ കാണിക്കുന്നുണ്ട് അല്ലേ? ഒന്ന് റൈറ്ററാണ്, ഒന്ന് റീഡറാണ്. ഇവിടെ ഈ സർക്കിളിൽ ആദ്യത്തെ സർക്കിളിൽ വൈറ്റ് സ്പേസ് കാണാം, രണ്ടാമത്തെ സർക്കിളിലും വൈറ്റ് സ്പേസ് കാണാം. അത് രണ്ടും റീഡറുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് നടുക്ക് ഏരിയ ഓഫ് ഷെയർഡ് അസംഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗം കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ഒരാൾ എഴുതിയ ബുക്ക് മറ്റാൾ വായിക്കുന്നു. എഴുതിയ ആൾ ഒരു രീതിയിൽ എഴുതി, വായിക്കുന്ന ആൾ വേറെ രീതിയിൽ അത് വായിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ എഴുതിയ ആളുടെയും വായിക്കുന്ന ആളുടെയും ചിന്താഗതി ഒന്നായിരിക്കും, ഒരേപോലെ മനസ്സിലാക്കും. ഒരിക്കലും ഞാൻ പറഞ്ഞൊരു വാക്ക്, ഞാൻ എഴുതിയത് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല വായിക്കുന്ന ആൾ വായിക്കുക. ഞാനൊരു കഥ എഴുതിയാൽ അത് വായിക്കുന്ന ആൾ വേറെ രൂപത്തിലായിരിക്കും വായിക്കുക. എന്നാൽ ചില കാര്യങ്ങളിൽ ഇവർ രണ്ടാളും ഒരേപോലെ ആവുകയും ചെയ്യും. അതിൻ്റെ ഒരു ഏരിയ ആണ് കാണിച്ചത്. വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ ഒരേ രീതിയിൽ പോകുന്നത്. ചില ബുക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വിമർശനം വരുന്നതൊക്കെ ഇതുകൊണ്ടാണ്, അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടുതലുണ്ടാകുമ്പോൾ. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ഒരു പാരഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതും കൂടെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. Then strategies used by a good readers. അതിലെ ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ വായിക്കാം. ഗുഡ് റീഡേഴ്സ് ഇൻറ്ററാക്ട് വിത്ത് ടെക്സ്റ്റ് ദാറ്റ് ദേ റീഡ്. നല്ല റീഡേഴ്സ് ആ ടെക്സ്റ്റുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുന്നു. ദേ ഹാവ് എ പേഴ്സണൽ എക്സ്പെക്റ്റേഷൻ അബൌട്ട് വാട്ട് ദേ വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് എ ടെക്സ്റ്റ് ആൻഡ് ദേ ബ്രിങ് ദോസ് എക്സ്പെക്റ്റേഷൻസ് ടു ബിയർ ഓൺ വാട്ട് ദേ റീഡ്. നിങ്ങളൊക്കെ പല ബുക്കുകളും വായിക്കുന്നവരാണ് അല്ലേ? നമ്മളെല്ലാ ബുക്കുകളും കണ്ടെടുക്കുകയൊന്നുമില്ല. ഒരു ബുക്ക് സ്റ്റാളിൽ പോയി അല്ലെങ്കിൽ ഒരു ബുക്ക് ഫെയറിന് പോയി അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബുക്കുകൾ നമുക്ക് ആവശ്യമുള്ള ബുക്കുകൾ മാത്രമായിരിക്കും. വെറുതെ ഒരു ബുക്ക് എടുത്തിട്ട് വരില്ല.
ആ ബുക്ക് നിങ്ങൾ സെൽഫിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകും, ഇയാളുടെ ബുക്ക് വായിച്ചാൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ബുക്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ആ ഒരു മുൻധാരണ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുക. ദേ ആക്ച്വലി ക്രിയേറ്റഡ് മീനിങ് ബൈ കൺസ്ട്രക്റ്റിങ്. അതിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഊഹിച്ചുണ്ടാക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ കൺസ്ട്രക്റ്റ് ചെയ്യും. ഓർ ജനറേറ്റിംഗ് ദ റിലേഷൻസ് ബിറ്റ്വീൻ വാട്ട് ദേ റീഡ് ആൻഡ് വാട്ട് ദേ ഓൾറെഡി നോ. ഒരു റീഡിങ് എങ്ങനെ നടക്കുന്നു എന്ന് വെച്ചാൽ, നമ്മളടുത്ത് എന്താണോ ഉള്ളത്, നമ്മളടുത്ത് കുറച്ച് അറിവ് നേരത്തെ ഉണ്ടാവും, ആ അറിവുമായിട്ട് ഇത് കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഒരു ബുക്ക് വാങ്ങുമ്പോൾ ആ ബുക്കിൻ്റെ ഇപ്പം നിങ്ങൾ ഇഗ്നോൻ്റെ ഒരു ബുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ പറഞ്ഞിട്ടുണ്ടാവും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളിൽ പോയിട്ട് വാങ്ങാം. ആ വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഞാൻ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്, അതിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ്, അതിന് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഡെവലപ്പ് ആക്കാം എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടാകും എന്നർത്ഥം. സെക്കൻഡ് പാരഗ്രാഫിൽ, ഇൻ ജനറേറ്റിംഗ് ദിസ് മീനിങ്സ് ദേ ഡ്രോൺ ദെയർ പ്രയർ നോളേജ് ആൻഡ് ബിലീഫ്സ് അബൌട്ട് ദിസ് സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ റീഡിങ് എന്ന് പറയുന്ന ഒരു ചെറിയ സംഗതിനെ കീറി മുറിച്ച് അനലൈസ് ചെയ്യുകയാണ്, അതിലെന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ. Readers have a network of prior understanding about the topic, what theorists call schemata. ഇതിനെ സാധാരണ തിയറിസ്റ്റുകൾ പറയുന്നത് സ്കീമാറ്റ എന്നാണ്. അതായത് കുറച്ച് ചിട്ടപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടാകും. ഇൻ റീഡിങ് ദേ ആഡ് ദോസ് നെറ്റ്വർക്ക്സ് ഫില്ലിംഗ് ഇൻ ദി സം ഓഫ് ദ ഗ്യാപ്സ് വിത്ത് ദാറ്റ് ദേ നോ ഇൻ ദി എക്സിസ്റ്റിംഗ് സ്കീമാറ്റ. The prior knowledge of readers already has about the subject. ഒന്നുമില്ല, നിങ്ങളിത് വായിച്ചിട്ട് കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട. നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കാൻ പോകുമ്പം, എന്തെങ്കിലും ഒരു സംഗതി വായിക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു നോളേജ് ആദ്യമേ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കും എന്നാണ് ഈ പറയുന്നത്. എന്നിട്ട് നമ്മുടെ അടുത്തുള്ള അറിവും ആ ബുക്കിലുള്ളതും കൂടെ കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു മീനിങ് കണ്ടെത്തും, അതിൻ്റെ യഥാർത്ഥ കാര്യം കണ്ടെത്തും എന്ന ചെറിയ കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ചാർട്ട് രൂപത്തിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. എ റീഡേഴ്സ് പ്രയർ എക്സ്പീരിയൻസ് വിത്ത് ലൈഫ്, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുക്ക് വാങ്ങാൻ പോകുന്ന പോലെ ആലോചിച്ചാൽ മതി. വെറുതെ പോയിട്ട് എടുത്ത് വരികയല്ല ചെയ്യുക. നിങ്ങൾ ആൾറെഡി വായിക്കാൻ പഠിച്ച ആളായിരിക്കും, നിങ്ങളടുത്ത് കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, അതൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് ദ മീനിങ് റീഡർ കൺസ്ട്രക്റ്റ് റിലേഷൻ ടു എ ടെക്സ്റ്റ്. എന്നിട്ട് അവിടെ ബുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വൊക്കാബുലറി, ഐഡിയാസ്, സിൻടാക്സ് ആൻഡ് ഫോം ഓഫ് ടെക്സ്റ്റ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, കാര്യമായിട്ട് അങ്ങനെ വായിക്കൊന്നും വേണ്ട. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്സ്, കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ലെറ്റ് us see this process of work is with a simple example. Here is the beginning of a short text you require to read. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ള സ്കില്ല് അല്ലെങ്കിൽ അറിവ് വെച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിലുള്ള പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുന്നത് എന്നത് എക്സാമ്പിൾ മുഖേന നമ്മൾ പരിചയപ്പെടുത്തുന്നു. കേശവ് വാസ്, അവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. കേശവ് വാസ് ഓൺ ഹിസ് വേ ടു സ്കൂൾ ലാസ്റ്റ് വെനസ്ഡേ. കേശവ് സ്കൂളിലേക്കുള്ള വഴിയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശരിക്ക് പറഞ്ഞാൽ അതിനൊരു മീനിങ് ഒന്നുമില്ല. മീനിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതോ ഒരാൾ ഏതോ ഒരു സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ആ സമയത്ത് പോവാണെന്നാണ്. പക്ഷേ അവിടെ അത്ര മതി. എന്താണ് അതിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതായത് പ്രയർ നോളേജ് ഉണ്ടായിരിക്കും. കേശവ് ആരാണ് എന്ന് അറിയണം, അത് ഓൾറെഡി പ്രയർ ഉണ്ടാവും. അതായത് മുൻകൂട്ടിയുള്ള വിവരം ആ വായിക്കുന്ന ആൾക്കുണ്ടാവും, ഏത് സ്കൂളിലാണെന്നും ഒക്കെ ഉണ്ടാവും. അതാണ് ഹു ഡു യു തിങ്ക് കേശവ് ആരാണ്, അത് നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. ഹൗ ഡിഡ് യു അറൈവ് വിത്ത് ദിസ് കൺക്ലൂഷൻ? വാസ് ഇറ്റ് ബേസ്ഡ് ഓൺ ദി ടെക്സ്റ്റുവൽ ഇൻഫർമേഷൻ ഓൺ യുവർ പ്രയർ നോളേജ്? നൗ text sentence of the text read like this: he was really worried about the English lesson. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, ഹി വാസ് റിയലി വറീഡ് അബൌട്ട് ദി ഇംഗ്ലീഷ് ലെസൺ. അവനക്ക് ഇംഗ്ലീഷ് ലെസൺ വളരെ വറീഡാണ്, അതിനെക്കുറിച്ച് അവനക്ക് ഭയങ്കര പേടിയാണ്. അവിടെ കേശവ് എന്നുള്ള പേരോ ആരുടെ പേരും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തുണ്ടാകും? ഒരു പ്രയർ നോളേജ്, മുൻകൂട്ടിയുള്ളൊരു നോളേജ് അവിടെ ഉണ്ടാകും.
അപ്പോൾ അത് വായനയുടെ ഒരു ഘട്ടം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കൊന്നും വേണ്ട. അപ്പോൾ അവിടെ ഹു വാസ് കേശവ്, ഹാവ് യു നൗ ചേഞ്ച്ഡ് യുവർ വ്യൂ അബൌട്ട് കേശവ് ഓർ നോട്ട്, വൈ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കേശവ് ആരാണ്, എന്താണ് അവൻ്റെ പ്രശ്നം, എന്താണ് അവൻ്റെ പേഴ്സണാലിറ്റി, ഇതൊന്നും അറിയാത്ത ആൾക്ക് ഒരു പക്ഷേ ഇതിൻ്റെ മീനിങ് ഒന്നും കിട്ടില്ല. പക്ഷേ നേരത്തെ അറിവുള്ള ഒരാൾക്ക്. അപ്പം എന്തായാലും നമ്മൾ വായിക്കുന്ന സമയത്ത് എന്തുണ്ട്, ഒരു പ്രയർ നോളേജിൻ്റെ സ്വാധീനം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ആ ഒരു പാരഗ്രാഫ് തന്നിട്ടുള്ളത്. ഒരു വാക്കി നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. നമുക്കുള്ള ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീഡിങ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെക്കണം, റീസൺസ് ഫോർ റീഡിങ് പഠിച്ചു വെക്കണം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീഡിങ്ങും മാർക്ക് ചെയ്ത് പഠിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീഡിങ്. ഒന്നാമത്തെ പോയിൻ്റ്, റീഡിങ് ഈസ് പർപ്പസ്ഫുൾ. നമ്മൾ എന്തെങ്കിലും ഒന്ന് വായിക്കുമ്പോൾ ആ വായിക്കുന്നത് പർപ്പസ്ഫുൾ ആയിരിക്കും. അതായത് എന്തെങ്കിലും ഒരു കാര്യം അതുകൊണ്ട് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. ദാറ്റ് ഈസ് ദർ ആൾവേസ് റീസൺ ഫോർ റീഡിങ്. ഇൻ ജനറൽ ടേംസ് വി റീഡ് ഐദർ ഇൻഫർമേഷൻ ഓർ പ്ലഷർ. ഒന്നെങ്കിൽ അത് വിവരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് സന്തോഷത്തിന് വേണ്ടിയിട്ടോ ആയിരിക്കും. ബാക്കി നിങ്ങൾ വായിക്കട്ടെ, ഞാൻ തുടക്കം മാത്രമേ ഇങ്ങനെ വായിച്ചു തരുള്ളൂ. ഇറ്റ്സ് സിമ്പിൾ. അപ്പോൾ റീഡിങ് ഈസ് പർപ്പസ്ഫുൾ, പോയിൻ്റ് നോട്ട് ചെയ്യുക. സെക്കൻഡ് വൺ, റീഡിങ് ഈസ് സെലക്റ്റീവ്. സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാം നമ്മൾ കാണുന്നതെല്ലാം വായിച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് ഈ ജീവിതം മതിയാവില്ല. അതുകൊണ്ട് തന്നെ റീഡിങ് സെലക്റ്റീവാണ്. നമുക്ക് എന്താണോ വേണ്ടത് അതായിരിക്കും നമ്മൾ വായിക്കുക. ഇപ്പോൾ നിങ്ങളൊരു വാഹനപ്രേമിയാണെന്നുണ്ടെങ്കിൽ വാഹനത്തെക്കുറിച്ചുള്ള ബുക്കുകളും അതിൻ്റെ പരസ്യങ്ങളും അതിൻ്റെ എന്താ പറയുക ബോർഡുകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുക. അപ്പം നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതായിരിക്കും. അതായത് റീഡിങ് സെലക്റ്റീവാണ്. അപ്പോൾ അവിടെ ഒരു ടെലിഫോൺ ഡയറക്ടറിയുടെ കാര്യം പറയുന്നുണ്ട്. ഒരു ടെലിഫോൺ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും അത് അറിയില്ല. ടെലിഫോൺ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനമല്ല, അത് നാഷണലായിട്ട് തന്നെ ഇറക്കാറുണ്ട്. മുഴുവൻ ടെലിഫോൺ നമ്പർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബുക്ക് ഇറങ്ങും. മുമ്പ് ഈ ലാൻഡ് ഫോൺ ആയ സമയത്ത് BSNL കമ്പനി ചെയ്തിരുന്നതാണ്. എന്നിട്ട് അതിൽ ഓരോ ജില്ല തിരിച്ച് നമുക്ക് നമ്പറുകൾ കണ്ടെത്താൻ കഴിയും. ആളെ പേരടക്കം അതിലുണ്ടാവും. അത്യാവശ്യ നമ്പറുകൾ ഒരു പ്രത്യേക യെല്ലോ പേജൊക്കെ ആക്കിയിട്ട് അതിലും ഉണ്ടാവും. അപ്പോൾ ആ ബുക്ക് വായിക്കുന്ന ഒരാൾ, ആ ബുക്ക് എടുത്ത് മറിച്ച് നോക്കുന്ന ആൾ ജസ്റ്റ് മലപ്പുറം ജില്ല മാത്രമായിരിക്കും ചിലപ്പോൾ നോക്കുക. മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ലോക്കൽ പ്രദേശം വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ മാത്രം, അതിൻ്റെ പേജുകൾ മാത്രമായിരിക്കും എടുത്ത് നോക്കുക. അപ്പോൾ സെലക്റ്റീവ് റീഡിംഗ് ആണ്. നമ്മൾ അങ്ങനെ തന്നെയാണ്. എല്ലാ ബുക്കും നമ്മൾ വായിക്കില്ല. നമുക്ക് വേണ്ട സെലക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ വായിക്കുക. റീഡിങ് സ്പീഡ് വേരീസ്. വായനയുടെ സ്പീഡ് വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. ചിലർ പെട്ടെന്നായിട്ട് വായിച്ചു തീർക്കും, ചിലർ പതുക്കെ തപ്പിത്തടഞ്ഞിട്ടൊക്കെ ആയിരിക്കും വായിക്കുക. അല്ലെങ്കിലും സ്പീഡിൽ വ്യത്യാസം വരും. എന്നാൽ റീഡിങ് ഇസ് സൈലൻറ്റ്. നിങ്ങളതിനെ ആലോചിച്ച് നോക്കുക, റീഡിങ് സൈലൻറ്റ് ആണോ അല്ലയോ എന്ന്. ചില ആൾക്കാരെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, എന്ത് വായിക്കുമ്പോഴും ഉറക്കെ വായിക്കുന്ന ശീലം ഉണ്ടാവാറുണ്ട്. ഉറക്കെ പറഞ്ഞാൽ ഒച്ചിട്ട് വായിക്കല്ല, ഒരു മിതമായ ശബ്ദം പുറത്തേക്ക് വരും. റീഡിങ് ഈസ് സൈലൻ്റ് എന്ന് പറയാം. റീഡിങ് ഈസ് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടാണ്. ഇറ്റ് ഈസ് സെൽഡം ഇൻവോൾവ്സ് മോർ ഡീകോഡിങ് ദി ഇൻഡിവിജ്വൽ സെൻറ്റൻസ് ഐസൊലേറ്റഡ് ഫ്രം ദി കണ്ടക്സ്റ്റ്. ലുക്ക് അറ്റ് ദിസ് സെൻറ്റൻസ്. ദ മൈൻഡ് ഓഫ് എ തിങ്കർ മേ വർക്ക് മെനി വേഴ്സ്. ടെക്സ്റ്റ് ബേസ്ഡ് ആണ് എന്ന് പറയാം, എന്നാൽ ചില സമയത്തൊക്കെ ടെക്സ്റ്റ് ബേസ്ഡ് അല്ലാതെയും പോവാറുണ്ട് എന്ന് പറയാം. പിന്നെ കോംപ്ലക്സ് കോഗ്നിറ്റീവ് സ്കിൽ. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയുന്ന ആണ്, തിരിച്ചറിവ് എന്ന് പറയാം. റീഡേഴ്സ് ഡു നോട്ട് മിയർലി ഡീകോഡ് ദ മെസ്സേജ്. കോംപ്ലക്സ് കോഗ്നിറ്റീവ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഗ്നിറ്റീവ് സ്കിൽ കോംപ്ലക്സ് ആണ്. പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ് ചില വാക്കുകളും ചില ബുക്കുകളൊക്കെ. എല്ലാ ബുക്കും എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ ചില നോവൽസ്, ഷേക്സ്പിയറിൻ്റെ നോവൽസ് എടുത്തിട്ട് പെട്ടെന്ന് വായിച്ചിട്ട് പഴയ ഇംഗ്ലീഷാണ് അതിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും വായിച്ചാൽ ഒറ്റയടിക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതേപോലെ തന്നെ ചില ഈ ഓഷോ രജനീഷിൻ്റെ ബുക്കുകൾ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ പെട്ടെന്നൊന്നും നമുക്കതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് പോകും ചില കാര്യങ്ങളിലൊക്കെ.
ദ റീഡേഴ്സ് ഡു നോട്ട് മിയർലി ഡീകോഡ് ദ മെസ്സേജ്. അതെന്തുകൊണ്ടാണ് റീഡേഴ്സിന് പെട്ടെന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല ചില കാര്യങ്ങൾ? അവർ മനസ്സിലാക്കുന്ന പോലെയല്ല അത് അവർ വിചാരിച്ച പോലെയല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലെ ചില പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് എന്താവുള്ളൂ, നമ്മുടെ അഭിപ്രായത്തിൽ അതിനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ റീഡിങ്, എഫക്റ്റീവ് റീഡിങ് ആൾസോ ഇൻവോൾവ്സ് ചങ്കിങ് ഓഫ് ഇൻഫർമേഷൻ. ചങ്കിങ് എന്നുള്ളൊരു വേർഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ചങ്കിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കുറേ കണ്ടൻറ്റുകൾ അതിൽ തരും, വിഭവങ്ങൾ തരും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു കൂട്ടം ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, ഇത്തരം റീഡിങ് നിങ്ങൾക്ക് നൽകും. ദെൻ റീഡിങ് ഈസ് ബേസ്ഡ് ഓൺ കോംപ്രിഹെൻഷൻ. റീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പോലെ അല്ല, ഇതൊരു കമ്മ്യൂണിക്കേഷൻ പാർട്ടാണെങ്കിലും അതിനേക്കാൾ കോംപ്രിഹെൻഷനാണ്. നമ്മൾ ഡീപ്പായിട്ട് നമുക്ക് സ്വസ്ഥമായി എവിടെയും ചെന്ന് ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠനവിധേയമാക്കാൻ പറ്റും എന്നുള്ളതാണ്. സാധാരണ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു പോകുമ്പോൾ അത് ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ മാത്രമാണ്, എന്നാൽ വായന അതിനപ്പുറത്താണ് എന്ന്, കോംപ്രിഹെൻഷനാണെന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. വേറൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് മീനിങ്. നമ്മൾ വായിക്കുന്നത് എന്തിനാണ്, അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം. Having begun to read, നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ the good readers operate cognitively at 4 highly interrelated overlapping levels of meaning. നമ്മൾ വളരെ ഡീപ്പായിട്ട് ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം 4 രീതിയിൽ മനസ്സിലാക്കണം. 1 ലിറ്ററൽ, 2 ഇൻ്റർപ്രറ്റീവ്, ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ്. ഈ 4 രീതിയിലാണ് നമ്മളൊരു ബുക്കിനെ വായിക്കേണ്ടത് എന്ന് അറിയുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു സ്കില്ലാണ്. വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അർത്ഥം അറിഞ്ഞ് എങ്ങനെയൊക്കെ വായിക്കാം, ഒരു ബുക്കിനെ ഏതൊക്കെ രീതിയിൽ വായിക്കാം എന്നൊക്കെ നമ്മൾ അറിയണം. ഒരു ബുക്കിനെ തന്നെ ഈ 4 രീതിയിൽ വായിക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ലിറ്ററൽ എന്ന് പറയുന്നത്. ലിറ്ററൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ വേർഡ് മീനിങ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ വേർഡ് മീനിങ് മനസ്സിലാക്കണം. എന്നാൽ എല്ലാ ബുക്കും വായിക്കുമ്പോൾ അതിൻ്റെ വേർഡ് മീനിങ് മാത്രം മനസ്സിലാക്കിയാൽ ആ ബുക്കിൻ്റെ വായന പൂർത്തിയാവില്ല. ചിലത് അല്ലാണ്ട് വായിക്കണം. ലിറ്ററൽ എന്താണെന്ന് നോക്കാം. Literal comprehension involves the reader in understanding the information stated directly in the text. അതിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് തന്നെ വായിച്ച് മനസ്സിലാക്കുക. That information may be facts in the details of a sequence of events, main ideas of generalization, causes and effects. ഇതൊക്കെ അതിൽ വായിച്ച് മനസ്സിലാക്കുക. അതിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അതിൻ്റെ കറക്റ്റ് അർത്ഥം. The reader does not have to dig too deeply to get it. ഒരു റീഡർ അതിനെ ഡീപ്പായിട്ട് പരിശോധിക്കേണ്ട. ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് നടന്നതിനെക്കുറിച്ച് വായിക്കുകയാണ്. അത് നടന്നു, ആ സംഭവം, അതിൻ്റെ ജസ്റ്റ് മീനിങ് മനസ്സിലാക്കിയാൽ മതി. നേരെ മറിച്ച് ഒരു സ്റ്റോറി വായിക്കുമ്പോൾ, ഒരു കവിത വായിക്കുമ്പോൾ അങ്ങനെ വായിക്കാൻ പറ്റുമോ? ഇല്ല. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലിറ്ററലി നമുക്ക് ചില കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിനെ ലിറ്ററൽ മീനിങ് എന്ന് പറയും. ഇനി അടുത്തത് നോക്കുക, ഇൻ്റർപ്രറ്റീവ് മീനിങ്. അതായത് ഇൻ്റർപ്രറ്റീവ് പറഞ്ഞാൽ നമ്മൾ സാധാരണ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിനെ ഒന്ന് വിശകലനം ചെയ്യുക. ടു റീഡ് ദ ഇൻ്റർപ്രറ്റീവ് ലെവൽ ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ്സ് റീഡ് ടു ബിറ്റ്വീൻ ദി ലൈൻസ്. നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കണം എന്നാണ് അതിലൂടെ പറയുന്നത്. ആ പാരഗ്രാഫിൽ കംപ്ലീറ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ വരികൾക്കിടയിലൂടെയുള്ള വായന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വരികൾക്കിടയിലൂടെയുള്ള വായന. അതായത് ബുക്കിൽ എന്താണോ എഴുതിയത് അതായിരിക്കില്ല അതിൻ്റെ അർത്ഥം വരുന്നത്. ദ റീഡ് അറ്റ് ഇൻ്റർപ്രറ്റീവ് ലെവൽ ആയിരിക്കണം. she may have to infer the relationship in the year, time of day, the season, geographical relationships, cause, the effects of the relationship. അപ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുന്ന സമയത്ത് വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ ആ സംഗതിയുമായിട്ടോ നമ്മൾ എന്ത് അടുപ്പമാണോ ഉള്ളത്, എന്ത് ബന്ധമാണോ ഉള്ളത്, എന്ത് ഫീലിങ്സ് ആണോ ഉള്ളത്, അതനുസരിച്ച് ആ ബുക്ക് എഴുതിയ ആൾ അതിൻ്റെ ആശയത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ചിട്ട് എന്ത് മീനിങ്ങിലും വ്യത്യാസം വരും. അപ്പം ചില ബുക്കുകൾ എഴുതിയപ്പോൾ കാണുന്ന അതേ മീനിങ് ആയിരിക്കില്ല അത് വായിക്കുമ്പോൾ കിട്ടുക, അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം അതായിരിക്കില്ല. ജസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് നോക്കാം. റൈറ്റേഴ്സ് ഡു നോട്ട് ആൾവേസ് സ്റ്റേറ്റ് ഫാക്റ്റ് ഡയറക്റ്റ്ലി. ചില റൈറ്റേഴ്സ് ഒന്നും
കാര്യങ്ങൾ വ്യക്തമായിട്ട് തുറന്നെഴുതൂല. ഇപ്പോൾ ഒരു കവിത എഴുതുമ്പോൾ അവരുടെ മനസ്സിൽ ഉള്ള കാര്യം ഓപ്പണായിട്ടാണ്ട് എഴുതല്ല ചെയ്യുക. ഇപ്പോൾ ഒരു കവിക്ക് ചിലപ്പം ഏതെങ്കിലും തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു 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 പെൺകുട്ടിനോട് ഇഷ്ടം തോന്നാം. അത് കവിതയിലൂടെ എഴുതും, പക്ഷെ ആർക്കും അത് മനസ്സിലാവില്ല എന്തായി എഴുതിയിട്ടുള്ളതെന്നുള്ളത്. അല്ലേ? എല്ലാ കവികളെയും നോക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ അടുത്ത് അന്തരിച്ച അയ്യപ്പ പണിക്കർ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, ഡ്രങ്ക് അഡിക്റ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പല ആഗ്രഹങ്ങളുണ്ട്, പ്രണയമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയോട് തന്നെ ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം മരിക്കുന്ന സമയത്തൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരാണ് എന്നെക്കൊണ്ട് ആ കവിത, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്തയാണ് എന്നെ ഒരു കവിയാക്കി മാറ്റിയത് എന്ന് അയ്യപ്പ പണിക്കരല്ല, കവി അയ്യപ്പൻ പറയുന്നുണ്ട്, അല്ലേ? പക്ഷെ അതാർക്കും മനസ്സിലായിട്ടില്ല. ഇതാരെക്കുറിച്ചാണ് എഴുതുന്നത്, എന്താണ് എഴുതുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. എന്ന് പറഞ്ഞതുപോലെ ഓപ്പണായിട്ട് ആരും എഴുതാറില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ പാരഗ്രാഫൊക്കെ ഒന്നിങ്ങനെ വായിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ ഫോർ ഇൻസ്റ്റൻസ്, സം പേഴ്സൺസ് കുഡ് ബി കോൾഡ് ടെററിസ്റ്റ് ഓർ ഫ്രീഡം ഫൈറ്റേഴ്സ് അക്കോർഡിംഗ് ടു ദ റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദം. ചില ഫ്രീഡം ഫൈറ്റേഴ്സ്, ടെററിസ്റ്റ്, ഇവരെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ഇൻ്റർപ്രറ്റീവ് റീഡിംഗ് ഇസ് ആൾസോ ഇൻവോൾവ്സ് ഫെറിങ് ഔട്ട് മീനിങ് എക്സ്പ്രസ്ഡ് through the literally allusions and idioms, expressions and figure of speech. കവിതയിൽ യൂസ് ചെയ്യുന്ന ചില ടൂളാണ് ഫിഗർ ഓഫ് സ്പീച്ചൊക്കെ. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പെണ്ണിനോടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതൊരു പുഴയാക്കിയിട്ടായിരിക്കും പറയുക, അല്ലെങ്കിൽ മരങ്ങൾ, പ്രകൃതി, ഭൂമി എന്നൊക്കെ ആയിട്ടായിരിക്കും ഒരു കവി എഴുതുക. അതിനാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ ഇഡിയംസൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ചില ആളുകൾ എഴുതുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ ഉറുദുവിലെ വളരെ പ്രശസ്തമായ ഒരു കവിതയുണ്ട്. അതിൻ്റെ ലൈൻസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പലരും അത് കേട്ടിട്ടുണ്ടാവും. ചുപ്കെ ചുപ്കെ രാത് ദിൻ ആസും ബഹാരോ യാദ് ഹെ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കവിതയുണ്ട്. ഞാൻ അതിൻ്റെ റിലിക്സ് ജസ്റ്റ് ഞാനൊന്ന് നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതൊരു ഉറുദു കവിതയാണ്. ഉറുദു കവിത പറഞ്ഞാൽ ഹിന്ദി പോലെ തന്നെയാണ് തോന്നുക. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട് തൊട്ടടുത്ത്, നിങ്ങൾ നോക്കി നോക്കുക. അതിൽ പറയുന്നത് നോക്കൂ, ചുപ്കെ ചുപ്കെ രാത് ദിൻ ആൻസും ബന യാദ് ഹെ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ പറയാം. ഐ സ്റ്റിൽ റിമെമ്പർ വെൻ ഐ യൂസ് ടു ക്രൈ ഡേ ആൻഡ് നൈറ്റ് സീക്രട്ട്ലി. ഞാൻ രാവും പകലും ഇരുന്ന് കരഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഐ സ്റ്റിൽ റിമെമ്പർ വെൻ ഐ യൂസ് ടു ഡേ ആൻഡ് നൈറ്റ് സീക്രട്ട്ലി. രാവും പകലും ഞാൻ ഇരുന്ന് കരഞ്ഞത് ഓർക്കുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ദോസ് ഡേയ്സ് ബീയിങ് ഇൻ ലവ്. ഞാൻ നിന്നോട് ഇഷ്ടത്തിലായ ആ ദിവസവും ഞാൻ ഓർക്കാണ്. അപ്പോൾ ഈ ഒരു 2 സെൻറ്റൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ, നമ്മുടെയൊക്കെ മനസ്സിലൊരു കാര്യം വരും. ഒരു പ്രണയിനിയും ഒരു കാമുകനും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക. എന്നിട്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ കുറേ വർണ്ണനകളാണ്. ഐ ഹോപ്പ് ദാറ്റ് ഷി ഡസൻറ്റ് പുൾ ഡൗൺ ഹെർ വീൽ സഡൻലി. എനിക്കറിയാം, എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, നിനക്ക് പെട്ടെന്നൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിൽ നിന്ന് പെട്ടെന്നൊന്നും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതായത് നിൻ്റെ മുകളിൽ അണിഞ്ഞിട്ടുള്ള ഈ ഒരു മൂടുപടം മാറ്റാൻ, നിൻ്റെ ഈ ദുരന്തം മാറ്റാൻ പെട്ടെന്നൊന്നും സാധിക്കില്ല. അപ്പോൾ ആരെയെക്കുറിച്ചോ പറയാണ്. എന്നിട്ട് വീണ്ടും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. ഈ കവിത വളരെ ലെങ്തി ആയിട്ടുള്ളൊരു കവിതയാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു രണ്ട് സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രണയിനിയും ഒരു കാമുകനൊക്കെ വന്നിട്ടുണ്ടാകും. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ആ ഒരു കവിത, അതിലെ രണ്ട് ഒരു സ്റ്റാൻസാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അപ്പോൾ പറഞ്ഞ ആ കവിതയിൽ ഇപ്പോൾ നമ്മുടെ മൈൻഡിൽ വന്ന കാര്യമുണ്ടല്ലോ,
അതല്ല ശരിക്കും ആ റൈറ്റർ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ കവിത ചുപ്കെ ചുപ്കെ രാത്ത് ദിൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഹസ്രത്ത് മൊഹാലി സാഹിബ് എന്ന് പറയുന്ന ഒരു ഉറുദു പോയറ്റ് എഴുതിയ കവിതയാണ്. ഈ കവിത പിന്നീട് പല ആളുകളും ഗസലായിട്ടും ആലപിച്ചിട്ടുണ്ട്. വളരെ പ്രശസ്തമായൊരു ഗസൽ സോങ് ആണ്. അതോടൊപ്പം തന്നെ സിനിമയിലും ഈ സോങ് എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് പ്രണയത്തിൻ്റെ പേരിലാണ്. അതിന് യോജിച്ച ലൈൻസാണ് അവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ കവിത വളരെ ലെങ്തിയാണ്. ഇതിൻ്റെ ലാസ്റ്റ് ലൈനൊന്നും ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ സിനിമയിലോ മറ്റോ ഗസൽ സിംഗേഴ്സോ യൂസ് ചെയ്തിട്ടില്ല. അവിടെ എത്തുമ്പോഴാണ് ഈ കവിത എന്താണ്, ആരാണ് കാമുകനെന്നും ആരാണ് പ്രണയിനിയെന്നും നമുക്ക് മനസ്സിലാവുക. ദാറ്റ് ഈസ് ഹസ്രത്ത് മൊഹാലി സാഹിബ് ആരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കവിതയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. ഹസ്രത്ത് മൊഹാലി സാഹിബ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ഒരു കവിയും കൂടിയാണ്. അദ്ദേഹം രാത്രി ഇരുന്ന് കരഞ്ഞത് കാമുകിയെ ഓർത്തിട്ടല്ല, ഇന്ത്യയുടെ അവസ്ഥയെ ആലോചിച്ചിട്ടാണ് അദ്ദേഹം കരഞ്ഞത് എന്ന് ലാസ്റ്റ് ലൈൻസിൽ എത്തുമ്പോൾ, ലാസ്റ്റ് സ്റ്റാൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അവസാനം ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കരഞ്ഞത്, അല്ലേ, സിനിമയിൽ എല്ലാവരും വിചാരിച്ചത് പ്രണയിനിയെ ഓർത്തിട്ട് കരഞ്ഞു എന്നാണ്. അല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പം അത് കാമുകിയും ഇതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നത് ഇന്ത്യയെക്കുറിച്ച് ഓർത്ത്, ആ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ആ സമയത്തുണ്ടായ ഇന്ത്യയുടെ അവസ്ഥ, ആ ദുരന്തം, ഇത് പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോണില്ല. എനിക്ക് ഈ രാജ്യത്തൊന്ന് സ്വതന്ത്രമായി കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് പെട്ടെന്നൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നെങ്കിലും ഒരു ദിവസം നീ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കവിത അവസാനിക്കുന്നത്, അല്ലേ. അപ്പം അവിടെ ഒരു കാമുകിയെക്കുറിച്ച് ഹസ്രത്ത് മൊഹാലി പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ കാണുന്ന എല്ലാവർക്കും അതൊരു പ്രണയ കവിതയാണ്. അത് ഫിലിമിൽ പോലും യൂസ് ചെയ്തു. നിക്കാഹ് എന്ന് പറഞ്ഞൊരു ഹിന്ദി ഫിലിമിൽ പോലും ഈ ഒരു സോങ് യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചത് ഇതൊക്കെ എന്താണ്. അപ്പം ഇതാണ് പറയുന്നത്, ഇൻ്റർപ്രറ്റീവ് എന്ന് പറയുന്നത് വ്യക്തമായിട്ടൊരാൾ പറയുന്ന കാര്യങ്ങളല്ല, അതിൽ എഴുതുന്നതിൻ്റെ ഉള്ളിൽ, അതാണ് റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്നത്. വരികൾക്കിടയിൽ വേറെ എന്തോ അർത്ഥമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നിങ്ങളിങ്ങനെ വായിക്കുക. ഇവിടെ ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇൻ്റർപ്രറ്റീവ് റീഡിങ് ആൾസോ ഇൻവോൾവ് ഫെററ്റിംഗ് ഔട്ട് ദ മീനിങ് എക്സ്പ്രസ്ഡ് ത്രൂ ലിറ്ററലി ഇല്യൂഷൻസ്, ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്. അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തെടുത്ത് വിശകലനം ചെയ്യേണ്ടി വരും. ഫിഗർ ഓഫ് സ്പീച്ചൊക്കെ എടുത്ത് മനസ്സിലാക്കേണ്ടി വരും. ദ റൈറ്റർ ഹൂ റൈറ്റ്സ് ഓഫ് എ ക്യാരക്ടർ ഐ ഹാഡ് നോ ഹാർട്ട്, അവനക്ക് ഹൃദയമില്ല എന്ന് പറഞ്ഞാൽ അത് എന്തർത്ഥത്തിലാണ്? ഒരാൾക്ക് ഹൃദയമില്ലാതെ ജനിക്കുമോ? അല്ല, അങ്ങനെ ഹൃദയമില്ലാത്ത ആൾ എന്നല്ല, അവൻ്റെ മനുഷ്യത്വം ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ അതാണ്, അങ്ങനെ യഥാർത്ഥ അർത്ഥത്തിലെടുക്കുമ്പോൾ ചിലതിൻ്റെയൊക്കെ മീനിങ് തെറ്റിപ്പോകും. ഇതാണ് നമ്മൾ മതഗ്രന്ഥങ്ങളൊക്കെ മീനിങ് എടുക്കുമ്പോൾ, യഥാർത്ഥ അർത്ഥം എടുക്കുമ്പോൾ അത് തെറ്റിപ്പോകുന്നത്. then പിന്നെ നമ്മൾ പറയാറുണ്ട്, അനദർ ഓതർ ഹു ഡിസ്ക്രൈബ്ഡ് ആസ് ദ പേഴ്സൺസ് ഹാവിങ് മിഡാസ് ടച്ച്. എന്താണ് മിഡാസ് ടച്ച്? ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് സംതിങ് സ്പെഷ്യൽ, സംതിങ് മീനിങ്ഫുൾ. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ മിഡാസ് ടച്ച് എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തിലെ ഒരു ദേവതയാണ്. തൊടുന്നതൊക്കെ സ്വർണ്ണമാക്കുന്ന ദേവതയാണ് മിഡാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പോലും അത് യൂസ് ചെയ്യാറുണ്ട്. മിഡാസ് ടച്ച് എന്ന് പറയുന്നത് സ്വർണ്ണസ്പർശം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. തൊട്ടതെല്ലാം നല്ലതാക്കുന്ന ആൾ, തൊട്ടതിനെ സ്വർണ്ണാക്കി മാറില്ല അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള മീനിങ് വെച്ചിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ മനസ്സിലാക്കുന്ന, റീഡ് ചെയ്യുന്ന രീതിയെ നമ്മൾ ഇൻ്റർപ്രറ്റീവ് എന്ന് പറയുന്നു. ദെൻ ക്രിട്ടിക്കൽ റീഡിങ്, മറ്റൊരു വായനാ രീതിയാണ് ക്രിട്ടിക്കൽ റീഡിങ്. അതായത് മീനിങ് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ഒരു ലെവലാണ് ക്രിട്ടിക്കൽ ലെവൽ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക, ഫീഡ്ബാക്ക് കൊടുക്കുന്ന പരിപാടിയാണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്, അല്ലേ. നമ്മൾ നിരൂപണം എന്ന് പറയും. അപ്പോൾ നമുക്ക് ബുക്ക് വായിക്കാം, ഒന്നുകിൽ അത് എൻജോയ് ചെയ്ത് വായിക്കാം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് വായിക്കാം. അങ്ങനെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് അത് വായിക്കൽ അത്യാവശ്യമാണ്. ചില ആൾക്കാർ അങ്ങനെ നിരൂപണം നടത്തും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വായനയാണ് ക്രിട്ടിക്കൽ റീഡിംഗ് എന്ന് പറയുന്നത്. ക്രിയേറ്റീവാണ് ലാസ്റ്റ് വൺ. ക്രിയേറ്റീവ് റീഡിംഗ് കാൾ ജനറേഷൻ ഓഫ് ന്യൂ ഐഡിയാസ്.
ചില വായനകളൊക്കെ ആ വായനയുടെ ലെവൽ എന്ന് പറയുന്നത് ക്രിയേറ്റീവാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള റീഡിങ്ങും നടത്താൻ പറ്റും. അപ്പം റീഡിങ് 4 ലെവലിൽ നമ്മൾ പറഞ്ഞു. ലിറ്ററൽ ഉണ്ട്, അതായത് യഥാർത്ഥ മീനിങ് നോക്കുക. ഇൻ്റർപ്രറ്റീവ് ഉണ്ട്, യഥാർത്ഥ മീനിങ് അല്ലാത്ത അതിൻ്റെ ഉള്ളിലുള്ള വേറെ മീനിങ് ഉണ്ട്, അത് നോക്കുക. ദെൻ ക്രിട്ടിക്കൽ ഉണ്ട്, അതായത് വിമർശിക്കാൻ വേണ്ടിയിട്ട് വായിക്കുക. ദെൻ പുതിയ ഐഡിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വായന നടത്തുക. അപ്പോൾ അതൊക്കെ ലെവൽസ് ഓഫ് മീനിങ്ങും ഇതിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. റീഡിങ് പ്രോബ്ലംസ്. അതുകൊണ്ട് പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് അവസാനിക്കും. റീഡിങ് പ്രോബ്ലംസ്. ചെറിയ 1-2 കാര്യങ്ങളുള്ളൂ അതിൽ. ഡീകോഡിങ് എറേഴ്സ്. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാതിരിക്കുക, അതാണ് ഡീകോഡിങ് എറേഴ്സ് ആണ്. ഇതിന് മിസ്ക്യൂസ് എന്ന് പറയും. ത്രൂ 1-to-1 oral reading, a teacher can identify, interpret a child miscue or decoding errors. Miscue analysis or the analysis of readers error pattern provides a value of clues to readers interaction with the text. ഒന്നുമില്ല, അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇത് ടീച്ചേഴ്സിനാണ് കൂടുതൽ മനസ്സിലാക്കുക. വായന നമ്മൾ ശരിക്കും വായിക്കുകയൊക്കെ ചെയ്യും, കറക്റ്റിന് വായിക്കും, പക്ഷെ എന്താണ് വായിക്കുന്നത് എന്ന് അറിയാതിരിക്കുക. അതിനെക്കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് അവിടെ തന്നിട്ടുണ്ട്. എ ടീച്ചർ ഷുഡ് therefore raise these questions analyzing the reader's miscues. How well does the child use phonic information during reading? If child says read for a ride, fum for a fume, ഇങ്ങനെയുള്ള വായനയിൽ മിസ്റ്റേക്ക് അത് ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ റൈഡ് എന്നുള്ളതിന് റിഡ് എന്ന് വായിക്കുക, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ പറയുന്നത് ഹൗ വെൽ ഡസ് ദ ചൈൽഡ് യൂസ്. ഇതൊക്കെ ശരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മലയാളത്തിലും സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ദീർഘം കുറച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വായിക്കുന്ന ഒരു രീതി കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഉണ്ടായി വരും. അത് ആ സമയത്ത് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നീടും അങ്ങനെ തന്നെ യൂസ് ചെയ്ത് പോകും. അപ്പോൾ വായിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള മനസ്സിലാക്കാതെയുള്ള വായന ഉണ്ടാവുക. അവിടെ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. Then use syntactic information during the reading. Suppose text says boy looked sadly to the right and the child reads it as the boy looked slowly to the right. അപ്പോൾ സാഡ്ലി എന്ന് പറയുന്നതിന് പകരം സ്ലോലി എന്ന് പറഞ്ഞിട്ട് വായിക്കുക. ചില കുട്ടികൾക്കുണ്ട് അങ്ങനെ, എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഇപ്പോൾ എസ് കണ്ടാൽ തന്നെ അത് ഇന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ഊഹിച്ച് വായിക്കുന്ന സ്വഭാവം കുട്ടികൾക്ക് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ദെൻ സെമാൻറ്റിക് ഇൻഫർമേഷൻ ഡ്യൂറിങ് ദി റീഡിങ്. ദ ഡേ വെരി വാം, ദ ചൈൽഡ് റീഡ്സ് ആസ് ദ ഡേ വാസ് ക്വൈറ്റ് വാം. രണ്ടും ഒരേ മീനിങ് ആണ് എങ്കിലും എന്താണ് അങ്ങനെ തെറ്റിച്ച് വായിക്കുന്ന ചില ശീലങ്ങൾ. ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. ഇതിനാണ് നമ്മൾ മിസ്ക്യൂസ് എന്ന് പറയുന്നത് അല്ലേ. കാണുന്നതെല്ലാം അവർ വായിക്കുക. ഇതൊക്കെ കുട്ടികളെ നമ്മൾ വായിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. ദെൻ ഫോൾട്ടി റീഡിങ് ഹാബിറ്റ്സ്. തെറ്റായ വായനാശീലമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് സബ് വോക്കലൈസേഷൻ. Sub vocalization refers to forming the sound of words you are reading, even murmuring them aloud. With the beginning readers, this offers support of spoken language when they try to interpret a written form. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃഭാഷയുണ്ട്, അതല്ലാത്ത വേറൊരു ഭാഷ നമ്മൾ വായിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മളത് വ്യക്തമായിട്ട് പറഞ്ഞോളണമെന്നില്ല. അത് വോക്കൽ എന്നാണ് നമ്മൾ സൗണ്ട് പുറത്തേക്ക് വരുന്നതിനാണ്. നമ്മൾ ചില വാക്കുകളൊക്കെ അങ്ങനെ വിഴുങ്ങി സംസാരിക്കുന്ന ഒരു രൂപം ഉണ്ടാവുക, പ്രശ്നം ഉണ്ടാവുക. ദെൻ ഫിംഗർ പോയിൻറ്റിങ്. ചിലർക്ക് വിരൽ വെച്ചാലേ വായിക്കാൻ പറ്റുള്ളൂ. വിരൽ വെച്ച് വായിക്കുക എന്ന് പറഞ്ഞാൽ അത് ബാഡ് ഹാബിറ്റായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ ചെറിയ ക്ലാസ്സിലേക്ക് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
അവരെ അക്ഷരങ്ങൾ പ്രത്യേകം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യിക്കാം. പക്ഷെ എന്നാലും എന്താണ് അത് നമ്മൾ നല്ലൊരു റീഡർ ആവുന്ന സമയത്ത് അത് പ്രശ്നമാണ്. അങ്ങനെ ഇപ്പോഴും നമ്മളിങ്ങനെ വിരൽ വെച്ച് വായിക്കുക അങ്ങനെയാണോ? അല്ല, നമ്മൾ ബുക്ക് കുറച്ച് ഡിസ്റ്റൻ്റായി വെച്ചിട്ട് അങ്ങനെ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുക. പക്ഷേ റീഡിങ് എവിടെ നടക്കുന്നുണ്ടാവും? നമ്മുടെ മൈൻഡിൽ നടക്കുന്നുണ്ടാവും. അങ്ങനെയാണത് പോവുക. അപ്പോൾ ഫിംഗർ പോയിൻറ്റിങ് ഒരു പ്രശ്നമാണ്. ദെൻ റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു വായന ശീലത്തിൽ പ്രശ്നമുണ്ട്. റിഗ്രഷൻ. അനദർ റീഡിങ് ഹാബിറ്റ്സ് ദാറ്റ് മേക്ക് റീഡിങ് സ്ലോവർ ഇസ് അക്കറൻസ് ഓഫ് റിഗ്രസീവ് ഐ മൂവ്മെൻറ്റ്. നമ്മുടെ കണ്ണിങ്ങനെ ചലിക്കുക. എങ്ങോട്ട് ചലിക്കുക? റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ബാക്കിലോട്ട് ചലിക്കുക എന്നാണ് അർത്ഥം. നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ തന്നെ ബാക്കിലെ അക്ഷരങ്ങളും ബാക്കിലെ വാക്കുകളും എന്തൊക്കെയാണെന്ന് പിന്നെ നോക്കും. അങ്ങനെയുള്ളൊരു ശീലമുണ്ട്. അപ്പോൾ നമ്മുടെ വായനനെ അത് മോശമാക്കും. ദ ഐസ് മൂവ് ബാക്ക്വേർഡ്സ് ടു ചെക്ക് പ്രീവിയസ് വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് മൂവിങ് സ്റ്റഡി. ഇതൊക്കെ നമുക്ക് കുട്ടികളെ വായിപ്പിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി അവർ കാണാം ഇടയ്ക്കിടയ്ക്ക് നേരത്തെ വായിച്ച് എന്താണെന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സമയം കളയും. അപ്പോൾ അങ്ങനെയുള്ള റിഗ്രഷൻ ഒരു റീഡിങ് പ്രോബ്ലമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ് നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.